കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഏർപ്പെടുത്തിയ 25% അധിക തീരുവ ഈടാക്കുന്നത് വൈകിപ്പിച്ച അമേരിക്ക ഒരു മാസത്തേക്കാണ് കാലാവധി നീട്ടിയത്. ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയതോടെയാണ് തീരുമാനം. അതേസമയം ചൈനയ്ക്ക് 10% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ ഇളവ് വരുത്തിയിട്ടില്ല. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും അമേരിക്ക ഏർപ്പെടുത്തിയ 25% ഇറക്കുമതി തീരുവ ഇന്ന് പ്രാബല്യത്തിലാകാനിരിക്കെയാണ് അമേരിക്ക നിലപാട് മയപ്പെടുത്തിയത്. ഇതോടെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത 2 വ്യാപാര പങ്കാളികളുമായുള്ള വ്യാപാര യുദ്ധം ഒരു മാസത്തേക്ക് ഒഴിവാകും. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി ഡൊണാൾഡ് ട്രംപ് 2 തവണ ടെലിഫോണിൽ സംസാരിച്ചു. അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ട്രൂഡോ വ്യക്തമാക്കി. മെക്സിക്കോയും ഇതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. സുരക്ഷ വർദ്ധിപ്പിക്കാൻ പുതിയ ഹെലികോപ്റ്ററുകൾ, സാങ്കേതികവിദ്യ എന്നിവ ഒരുക്കാൻ $1.3 ബില്യൺ ചെലവഴിക്കുമെന്നാണ് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത്. മെക്സിക്കോ 10,000 സുരക്ഷാ ജീവനക്കാരെ അതിർത്തി സുരക്ഷയ്ക്കായി വിന്യസിക്കും. ഫെന്റനൈൽ എന്ന മയക്കുമരുന്നിന്റെ ഒഴുക്ക് തടയാൻ ഇരു രാജ്യങ്ങളും സംയുക്ത ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മെക്സിക്കോയിലേക്ക് US-ൽ നിന്ന് തോക്ക് കടത്തുന്നത് തടയാൻ നടപടിയെടുക്കാമെന്ന് ട്രംപ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു മാസത്തിനിടെ ചർച്ച നടത്തി ഉഭയകക്ഷി കരാറിലെത്താനാണ് ശ്രമം. അനധികൃത കുടിയേറ്റം, മയക്കുമരുന്ന് കടത്ത് എന്നിവ തടയുന്നതിൽ പരാജയപ്പെട്ടെന്നാരോപിച്ച് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ശനിയാഴ്ചയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടത്. 10% അധിക തീരുവ ചൈനയ്ക്കും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.